ഇതാണ് എൻ്റെ ചീരത്തോട്ടം, കുഞ്ഞു ചീരത്തോട്ടം. നമ്മൾ റവാബിന്ന് വാങ്ങിയിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോയിലല്ലോ, റവാബിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ വേര് ഉണ്ടേനു, വേരോട് കൂടി വാങ്ങിയിട്ടുള്ള ആ വേര് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് കൊടുത്തതാ. മാഷാ അല്ലാ, ഇതുപോലെ അതിന് ഇത് ഞാൻ നല്ല കല്ലുമ്മക്കായ ഉള്ളവരോ പിന്നെ മോര് കാച്ചതും കല്ലുമ്മക്കായ പൊരിച്ചതിൻ്റെയും കൂടെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പോ ചോറിൻ്റെ കൂടെ. അപ്പം അതിനു വേണ്ടി നിർത്തി വെച്ചതാ ഇത്, ഇതുവരെ കട്ട് ചെയ്യാണ്ട്. ഞാൻ വിചാരിച്ച വളരുമല്ലോ, എൻ്റെ ഒറ്റൊരു കഠിന ഫലം കൊണ്ടാണ് ഞാൻ 2-3 നേരം ഇതെല്ലാം പോയി കേട്ടാ. വിത്തുണ്ട്, വിത്തങ്ങനത്തെ വെക്കാം. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ നമുക്ക് കട്ട് ചെയ്യാം ചുവന്ന ചീര. ഓക്കെ ഓക്കെ, കട്ട് ചെയ്തോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പ്രാവശ്യം അൽഹംദുലില്ലാ കഴിക്കാൻ കിട്ടിയില്ലല്ലേ? ഓ, ഒരു പ്രാവശ്യം നല്ലോണം ഓർഗാനിക് നാച്ചുറൽ. അതന്നെ, ഒരു വളം കൊടുക്കാണ്ട് വളർന്നല്ല, വെറും വെള്ളം മാത്രം. വെറും വെള്ളം, സാധാരണ വെള്ളം, നോർമൽ. മീൻ കഴുകിയതോ ഇറച്ചി കഴുകിയതോ അതൊന്നും ഞാൻ ഒഴിക്കില്ല. കാരണം വിൻഡോൻ്റെ സൈഡായതുകൊണ്ട് റൂമിലേക്ക് നല്ല സ്മെല്ല് വരും. അതൊഴിച്ചാൽ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ നിർത്തി. എന്താ ഇനിയിപ്പോൾ നല്ലോണം കഴുകിയെടുക്കണം, പൊടി ഉണ്ടാവും, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. ഇനി ഇവിടെ നിന്നും കൂടി കട്ട് ചെയ്യാം. അതുപോലെ 2 നേരം നനക്കുന്നത് കൊണ്ട് മാത്രം ചിലപ്പോ 3 നേരവും നനക്കലുണ്ട്. ചില ദിവസം വല്ലാത്തൊരു 40 ഡിഗ്രി ചൂടാണ്. ചില ദിവസം ചില നേരത്ത് ഒരു പൊള്ളുന്ന പോലെയാ ചൂടുണ്ടാവുക. ആ സമയത്തല്ലോ ഒരു 3 നേരം നനക്കും. പക്ഷെ ഈ നല്ല വെയിലുള്ള ഈ സമയത്തൊന്നും നനക്കൂലേ. അപ്പൊ അതാ ഇനിയിപ്പോ ഇത് ശരിക്കും മൊട്ടിട്ടിട്ട് പൂവിട്ടിട്ട് ഉണ്ടാകുന്നുണ്ടേനെ. ഞാൻ ഈ ഇലയുടെ പിടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെ വിനാഗിരിയിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആക്കി കൊടുത്തത്. ഇത് അവിടെ ഉണങ്ങിപ്പോയി. എനിക്ക് വീഡിയോ കണ്ടിട്ട് ചെയ്തതാ ഞാൻ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിന്റെ അളവ് കൂടിപ്പോയതായിരിക്കും, കണ്ട കരിഞ്ഞു പോയത്. പക്ഷെങ്കിൽ ഇപ്പം തിരുള് വരുന്നുണ്ട്. ഞാൻ നമ്മളെ പുളിപ്പിച്ച കഞ്ഞി വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ കുരുടിപ്പ് മാറാൻ കണ്ട, ഈ ഒരു കുരുടിപ്പ് മാറാൻ. അപ്പൊ ഇതാ 2-3 പ്രാവശ്യമായിട്ട് അതിൽ പൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം മുട്ടിട്ട് വരുന്നുണ്ട്. എങ്ങനെങ്കിലും എനിക്ക് മുളകാ തീരെ ഉണ്ടാത്തത്, അതൊന്ന് റെഡിയായി കിട്ടണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ എല്ലാം ഒന്ന് തടം കൂട്ടി കൊടുക്കണം. അതെല്ലാം പിന്നെ ചെയ്യാം. നമുക്കിപ്പോൾ പോയിട്ട് ഉപ്പേരി ഹോളിലുള്ള വിൻഡോയിലും വെച്ചിട്ടുണ്ടേനെ. പക്ഷെ അതൊരു 2-3 തണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടി ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഈ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഈ ഇല കുറേ കാണുമെങ്കിലും വാടി വരുമ്പോൾ കുറച്ചുണ്ടാവും. അപ്പം നമുക്ക് ഇതുകൂടി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് ഉപ്പേരി വെക്കാം. അതിൻ്റെ മുന്നേ ചോറും കറികളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലുള്ള ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ലഞ്ച് കുറച്ച് ഹെവി ആക്കാമെന്ന് വിചാരിച്ചു. നല്ല പാലക്കാടൻ മട്ടയുടെ ചോറും മഞ്ഞ മോര് കാച്ചിയത്, മത്തി വരട്ടിയത്, കല്ലുമ്മക്കായ് പൊരിച്ചത്, ചീരൊപ്പേരി. വേറെ എന്ത് വേണമല്ലേ, നല്ല അടിപൊളി കോംബോ ആയിട്ടുള്ള ഒരു ഊണാണ് ഇത്. ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ പാലക്കാടൻ മട്ടയാകുന്ന സമയത്ത് അറിയാലോ, ഒരു 5-8 പ്രാവശ്യമൊക്കെ നല്ലോണം കഴുകിയെടുത്താലേ അത് നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടുക. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരി മാറ്റി വെക്കുന്നുണ്ട്. വെള്ളം തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ മഞ്ഞ മോരാണ് കാച്ചിയെടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ തന്നെ നമ്മളെ വെള്ള കളറിലുള്ള മോര് കാച്ചിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ ആ ഒരു വൈറ്റ് കളറിലുള്ള മോര് കാച്ചിയതിലും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉള്ളതുമാണ് ഈ ഒരു മഞ്ഞ മോര് കാച്ചിയത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ആദ്യം മിക്സി ജാറിലോട്ട് ചെറുകിയ തേങ്ങയും നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മോര് തന്നെ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. പിന്നെ മോരും ആ ഒരു തേങ്ങയും ഒക്കെ നല്ല തണുപ്പുള്ളതായതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മോര് കാച്ചതിന് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു അരച്ച അരിയാണ്. നമ്മൾ പത്തിലിനൊക്കെ അരക്കുന്ന അരി ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് അരിമാവ് എടുത്തിട്ട് കലക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കും, ആ ഒരു മോര് കാച്ചതിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ആ ഒരു തേങ്ങയുടെ കൂടെ തന്നെ ഒന്നിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം അരിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സിലോട്ട് കുറച്ചുകൂടി മോര് വെച്ചിട്ട് വീണ്ടും ഒന്നങ്ങ് അരച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ മിക്സി ചേഞ്ച് ആയത് കണ്ട, ഒരു 9-10 വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ സുജാത മിക്സി ഉണ്ടല്ലോ, അത് പണി മുടക്കി. അതിൻ്റെ മോട്ടർ കത്തിപ്പോയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മിക്സി ജാറ്. പക്ഷെങ്കിൽ ഇതിൽ അരഞ്ഞു കിട്ടാൻ വലിയ പാടാ. കുറേ സമയം ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുത്താലേ നല്ല ഫൈൻ പേസ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതാ ഒരു 3-4 പ്രാവശ്യമൊക്കെ അരച്ചിട്ടാണ് ഇങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ ഈ ഒരു മഞ്ഞ മോര് കാച്ചിയതിന് വേണ്ടത് മെയിനായിട്ട് നമ്മളെ വെള്ള മോര് കാച്ചിയിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നത് ആ ഒരു കളറും പിന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റുമാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഒരു 2-3 ചെറിയുള്ളിയും കറിവേപ്പിലയും, ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. വെളുത്തുള്ളി ചെറുതായി ഒന്നങ്ങ് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു മോര് കാച്ചിയെടുക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതാ ഒരു 2-3 പ്രാവശ്യം അരച്ചെടുത്തതാണ് ഈ ഒരു തേങ്ങയും മോരും. അത് നമ്മൾ ചട്ടിയിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മഞ്ഞ മോരാണല്ലോ, അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് ഞാനിപ്പം സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് തിളപ്പിക്കുന്ന സമയത്താണ് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ ചോറിന് വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മോര് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ അരി ഇതിലോട്ട് കഴുകി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാലക്കാട് മട്ട എന്ന് പറയുന്ന സമയത്ത് അറിയാലോ, നല്ലോണം വേവുള്ള ഒരു അരിയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് തീരാനുള്ള ചാൻസ് ഉണ്ട്. നല്ലോണം വെട്ടി തിളച്ച വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതാ നല്ലോണം പുകയൊന്നും പുറത്ത് പോവാത്ത തരത്തിൽ അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് നമ്മളത് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രണ്ടുണ്ട് നമുക്ക് ഉപയോഗം. ഒന്ന് ഗ്യാസ് ലാഭിക്കാൻ പറ്റും, വേറൊന്ന് പണികൾ എളുപ്പമായി കിട്ടും. കാരണം ആ ഒരു ചോറ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കറികളും ഉപ്പേരിയും പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഇനിയിപ്പോൾ ഇതാ മോര് കാച്ചുന്നുണ്ട്. ചെറുതായി മോരൊന്ന് ചൂടായി വരുന്ന സമയത്താണ് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരുപാട് അങ്ങ് തിളച്ച് തൂവി പോകാനൊന്നും കാക്കണ്ട. കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിലെ ചൂടിൽ കിടന്നിട്ട് ഇതങ്ങ് തിളച്ചോളും. അപ്പോൾ ഇതാണ് നമ്മളെ മോര് കാച്ചതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഈ ഒരു തിക്നെസ് മാത്രമേ വേണ്ടൂ. അരച്ച അരി കൂടുതൽ ചേർത്താൽ ഒരുപാട് അങ്ങ് തിക്കായി പോകും. കാരണം ഇത് ഇരിക്കും തോറും കുറുകി വരും. പിന്നെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്തും കട്ടി കൂടി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് അരി മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മോര് കാച്ചതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് മീൻ മുളകിട്ടത്. അതും മത്തിയാവുമ്പം പിന്നെ പറയണ്ട. അപ്പം മത്തി ആദ്യം നല്ലോണം ഞങ്ങൾ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്നത് പോലെയല്ല, ഈ ഒരു മത്തി പൊരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല പെടക്കണ ഫ്രഷ് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ വെക്കാം. അല്ലാതെ ഇപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊരിച്ചിട്ടൊന്ന് വെച്ച് നോക്കി നോക്കി നിങ്ങൾ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. പ്രത്യേകിച്ച് മത്തിയൊക്കെ ആകുന്ന സമയത്ത് ഫ്രഷ് അല്ലെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയാണ്. ആദ്യം നമ്മൾ മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ മത്തിയിൽ അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിന് ചെറിയൊരു ഉപ്പുണ്ടാവും. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആദ്യം ഇത് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കറി വെക്കുക ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ പുളിവെള്ളം വേണം, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഇതൊക്കെ തന്നെ. വീഡിയോ ലെങ്തി ആയി പോകണ്ടെന്ന് വെച്ചിട്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളെ ചീര പറിക്കട്ടെ ഉപ്പേരി വെക്കാന്. പച്ച ചീരയും വലുപ്പം വെച്ചിന്, അപ്പൊ അതും കൂടി പറിച്ചെടുക്കാന്ന് വിചാരിച്ചു. ആ നല്ല വെയില. മിക്സ് ആക്കിയതാ. ആദ്യം മത്തി മുറിച്ചതിന്റെ വേസ്റ്റ് കോഴിക്ക് കൊടുക്കട്ടെ. മത്തിയുടെ തല കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഇനി നിങ്ങൾക്ക് വേണ്ടിട്ട്. ഇതാ ഒന്ന് കഴിക്കും. കൂട്ടത്തിൽ കുറച്ച് ആളുള്ളതില് 4 ആളായി പോയി. ഒരു കോഴി കഴിച്ചോട്ടത്. എന്റെ ഒരു കോഴി മുട്ടയിടാറായ വിഷയോ ചൂട് തുടങ്ങിയില്ല. ചൂടൊന്നല്ല, ചൂട് വല്ലാത്തൊരു വിഷമായിപ്പോയി. എന്നാ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാരും നന്ന നോക്കുന്നുണ്ട്. പാവം വല്ലാത്തൊരു ഇതായിപ്പോയി. ഞാൻ രാവിലെ വരുമ്പോ ഇങ്ങനെ തല ഇതായിട്ട് കിടന്നിന്. പക്ഷെ അന്നേരം ജീവണ്ടേനെ. ഞാനിട്ട് വേഗം മഞ്ഞളുടെ വെള്ളാക്കിയിട്ട് കൊടുത്ത് കുറച്ച് കുടിച്ചിന്. ഇപ്പൊ വന്ന് നോക്കുമ്പോ ചത്തിന്. ഈനാ വിഷമം ഇതിന്റെ കൂടെ ഉള്ളതിനാ. ചൂട്
കൂടിയിട്ട് ഒരു കോഴി ചത്തു. ചെറുതായിട്ടൊരു പന്തലിട്ട് കൊടുത്ത്. വാ നമുക്ക് ചീര കട്ടിയാലോ. ചീരയും കൂടി ഉപ്പേരി വെച്ചാല് ഇത് ഇവിടെ ഇത് വെക്കണേ, അല്ലാണ്ട് അവര് പുറത്തിറങ്ങും. അങ്ങനെ നല്ല ലീഫ് മാത്രം എടുത്താ ഇതുപോലത്തെ എല്ലാം ഒലിക്ക് തിന്നാനിട്ട് കൊടുക്കും. അല്ല ഒരു പ്രാവശ്യം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് എടുത്തിക്കില്ല. ഇവിടുന്ന് കട്ട് ചെയ്യട്ടെ, ഇങ്ങനെ കട്ട് ചെയ്യട്ടെ. കുറച്ച് താഴോട്ട് ഇത് വരുന്നുണ്ട്. ഇത് അല്ല ഇവിടുന്ന് പൊട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, കുറേ കോഴികൾ വന്ന് കട്ട് ചെയ്തിട്ട് തിന്നിട്ട് വേസ്റ്റ്. പകുതി മുറിച്ച് വെച്ചിനല്ലേ ഇലകള്. ഇതൊക്കെ കോഴി വന്ന് കഴിച്ചതാ. ഇതെല്ലാം കോഴി കൊടുക്കാം. എല്ലാം പകുതി കട്ട് ചെയ്തിട്ട് കൊത്തി കൊത്തി വെച്ചിന്. നമ്മള് വെയിൽ കൊള്ളണ്ട, നല്ല ചൂട്. ഇതൊക്കെ കഴിച്ചതാ. എന്നാലും കുറെ ഉണ്ട് കേട്ടാ. നിങ്ങൾ പറിക്കാം, ഞാൻ ഇത് കൊണ്ടുകൊടുത്തിട്ടിരുന്ന. ഒന്നാ മതി. ഇതാ ഇതും കൂടി വെയിറ്റ്. ഇതൊക്കെ കോഴി തിന്നു വെച്ചതാ. കഴിഞ്ഞില്ല. നമ്മള് കണ്ടിന്യൂ ഇത്ര ചൂടായിട്ടും ഇത് വളരുന്നത് 2 ടൈം നനച്ചു കൊടുക്കണം. മോർണിംഗ് ആൻഡ് ഈവനിങ്. ഇവിടെ ചെറുതായിട്ടൊരു ഷെയ്ഡ് ഉണ്ട്. ഇത് കോഴി കൊടുക്കരുത്. എന്താ പ്രശ്നം? പിടിച്ച എന്തിനത്? ആരാടാ എന്റെ മോളെ കൊത്തിയ? എന്തിനാ കൊത്തിയ? എന്തിനാ എന്റെ മോളെ കൊത്തിയ? അടി. എന്തിനാ കൊത്തിയ? മോളെ എനിക്ക് ഇഷ്ടമല്ല. അല്ല അതല്ല, മറ്റേതെന്തോ ചെയ്തിക്കാ. പറ്റൂല, അതുകൊണ്ടായിരിക്കും. കരയുന്ന കണ്ട? ഇനി കൊത്തിയിട്ട് കരയുന്ന കണ്ട? മൂപ്പർ വേഗം കൊത്തിക്കല്ലേ. ഞാൻ പറഞ്ഞില്ല, ഒന്ന് നിപ്പിച്ചാ നമുക്ക് നോക്കാലോ. ചെറിയ ഓളപ്പോൾ തന്നെ ചെറുതല്ലേ. പേടിയാ പേടിയാ. മത്തി വരട്ടിയത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ അപ്പോഴേക്കതാ നമ്മുടെ ഗ്യാസ് വലല്ലാലീനാക്കി. ഇനിയിപ്പോൾ ഗ്യാസ് 2 കുറ്റി ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടല്ലേ, പിന്നെ പോയിട്ട് വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ അത് മുന്നേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കാം. വഴുതിനിങ്ങ പൊട്ടിക്കാറായി മൂത്തുക്ക്. ഇതൊന്നും ആക്കില്ല, കുറച്ചുകൂടിയാണ്. ഒന്ന് കിട്ടിയിട്ട് എന്താവാനല്ലേ. യെസ്, വെയിറ്റ് വെയിറ്റ്. അസി വെയിറ്റ് ചെയ്യുന്നവര്. വേഗം വാ. ഓടിക്ക ഓടിക്ക ഓടിക്ക. ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ വരും ഗ്യാസ്. ഇവിടെയൊക്കെ ഗ്യാസ് ഇങ്ങനെ കൊണ്ടുവരാം. താങ്ക് യു. അങ്ങനെ ഗ്യാസ് വെച്ചോ. 2 കുറ്റി ഉണ്ടായാൽ ഇതാ ഗുണം. ഒന്ന് കഴിഞ്ഞിട്ട് സൈഡിൽ വെച്ചാൽ
ഇവിടെ ഇങ്ങനെ എല്ലാ ഏരിയയിലും പോവേ ഇങ്ങനെ മുട്ടിക്കൊണ്ട് പോകും. ഒരു സൗണ്ട് ഉണ്ടാവും, ഒരു ടിന്നിനടിക്കുന്ന പോലത്തെ. അപ്പോൾ അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഗ്യാസും കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയിട്ട് വാങ്ങിയാൽ മതി. അല്ലാതെ പിന്നെ നമ്മൾ ഗ്രോസറിയിലെല്ലാം പോയിട്ട് വാങ്ങണം. അപ്പോൾ എൻ്റെ അടുക്ക് ഓൾറെഡി ഒന്ന് ഫുള്ളുണ്ട്. അപ്പോൾ പെട്ടെന്നെങ്ങാൻ തീർന്നു പോയാൽ അങ്ങനെ സ്റ്റോക്ക് വെക്കുന്നത് ഇത്. ഓക്കെ, എന്നാ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. രക്ഷപ്പെട്ടല്ല ഈ ചൂടത്ത്. ജമലു നോക്കട്ടെ, ജമലു കാണിച്ച എവിടെയോ എൻ്റെ മോളെ കോഴി കൊത്തി. ഹലോ, അപ്പോൾ നമുക്ക് കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് കണ്ടാ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് വാർക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിയ പോലെ ഉണ്ടാവും. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ട് വെട്ടി തിളക്കുന്ന പരുവത്തിൽ ഒന്നുകൂടി ഒന്നങ്ങ് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ വാർക്കുന്നത് പോലെ ചോറ് വാർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും. ഗ്യാസ് നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ. നമുക്ക് ചീര ഉപ്പേരി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇതിൽ വെക്കാം. നല്ല പൊടി ഉണ്ടാവും, അല്ലാതെ വേറെ അഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് ഉപ്പേരി വെക്കാം. ഉപ്പേരി എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കില്ലേ, ചീര ഉപ്പേരിയൊക്കെ നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ തന്നെ. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തേങ്ങ ഇട്ടിട്ടാണ് ഉപ്പേരി വെക്കുന്നത്. നമുക്ക് സാധാരണ പരിപ്പ് വേവിച്ചിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയും. പക്ഷേ ഈ മോര് കാച്ചിയതിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ തേങ്ങ ഇട്ടിട്ട് വെക്കുന്ന ഉപ്പേരിയാണ്. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ നല്ല നാടൻ ഊണ്. ചീര ഉപ്പേരി, മഞ്ഞ മോര് കാച്ചിയത്, മീൻ മുളകിട്ടത്, കല്ലുമ്മക്കായ് പൊരിച്ചത്, ചോറ്. വേറെ എന്ത് വേണമല്ലേ. ഇത് എനിക്ക് ഉണ്ടാക്കുന്ന സമയത്തും കഴിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പഴയ കാലത്തെ ഓർമ്മകൾ ഉണ്ടായിരുന്നേ. എൻ്റെ ഉമ്മമ്മ മരിച്ചിട്ട് ഇപ്പം 15 വർഷത്തിൻ്റെ മേലെയായി. എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ ഉമ്മമ്മ മരിച്ചത്. അയച്ചുമ്മാന്നാണ് ഞങ്ങൾ വിളിക്കുക. എൻ്റെ ഉമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു കല്ലുമ്മക്കായ് പൊരിച്ചതും മോര് കാച്ചിയതും. ഞങ്ങൾ നോമ്പിന് എൻ്റെ വീട്ടിൽ മുൻപൊക്കെ, ഇപ്പോഴല്ലേ, പണ്ടൊക്കെ ഉമ്മാമ്മ ഉള്ള സമയത്ത് ഈ അത്താഴത്തിന് ചോറ് നിർബന്ധമായിരുന്നേ. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ചോറിൻ്റെ കൂടെ മെയിനായിട്ട് ഉണ്ടാകുന്നതാണ് ഈ ഒരു മോര് കാച്ചിയതും കല്ലുമ്മക്കായ് പൊരിച്ചതും. അന്നൊക്കെ കല്ലുമ്മക്കായ് സുലഭമായിട്ട് കിട്ടുന്ന സമയമായിരുന്നു. ഈ ഒരു ഉപ്പേരി അത്ര നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലേ നോമ്പിൻ്റെ സമയത്തൊന്നും. അതുപോലെ ഈ ഒരു മോര് കാച്ചിയതിൻ്റെ കൂടെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചീര ഉപ്പേരി തന്നെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കരിഞ്ചീരക ഇട്ടിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ, അതെൻ്റെ ഉമ്മാമ്മൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അതും നോമ്പിന് മാത്രം ഉണ്ടാക്കുന്നത്. ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് നോമ്പ് ഓർമ്മയാവും. നോമ്പിൻ്റെ ആ ഒരു ബറാത്തിൻ്റെ ഒക്കെ ടൈമിൽ ഉണ്ടാക്കി വെക്കും, നോമ്പ് മുഴുവനായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഞ്ഞിവെള്ളമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എത്രയോ കാലമായ ഞാനിപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാത്തത്. അതുകൊണ്ട് തന്നെ ചൂടോടുകൂടെ ഉപ്പിട്ടിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം ഈ ഒരു ചോറിൻ്റെ കൂടെ കുടിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. കഞ്ഞിവെള്ളം കുറേ കാലത്തിന് ശേഷം എല്ലാത്തിലും ഒഴിച്ചു ഒഴിക്കാനാവില്ല. ഓക്കെ, നല്ല ടേസ്റ്റ്. നീ തിന്ന് നോക്കിക്കാ, നല്ല ടേസ്റ്റ് എന്ന് പറയാന്. സാധാരണ ഉച്ചക്ക് ഇത്ര ചോറ് ഞാൻ കഴിക്കാറില്ലല്ലോ. ഇന്ന് സ്പെഷ്യൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഇട്ടോളൂ. ഇനി കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഞാൻ നിങ്ങൾ അറിയിക്കാം കേട്ടോ. നാച്ചുറലാണ് ചീര, ഓർഗാനിക് ചീര. പിന്നെ മോര് കാച്ചിയത്, മഞ്ഞ മോര് കാച്ചിയത്. ആരും വരുന്നില്ല. ജനു ആയിച്ചേക്കാം. കുഞ്ഞുമത്തി, അതുപോലെ കല്ലുമ്മക്കായ് പൊരിച്ചത്, മഞ്ഞ മോര് കാച്ചിയത്, ചീര ഉപ്പേരി. ഇതിങ്ങനെ കുറച്ചിട്ട് ഞാൻ കഴിച്ചോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഈ കഞ്ഞിവെള്ളത്തിനും ഉണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ചില പഴയ ഓർമ്മകളെ. ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് LP സ്കൂള് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പോയി വരാനുള്ള ദൂരം മാത്രം ആയതുകൊണ്ട് തന്നെ സ്കൂളിലുള്ള ആ ഒരു ചോറും ചെറുപയർ കറിയൊന്നും ഞാൻ കഴിക്കാറില്ല. വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാറാണ്. പിന്നെ സ്കൂളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ചോറ് മൊയ്തൂക്ക എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ടാക്കുക. അതും ഞങ്ങളെ വീടിൻ്റെയും സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ഓരോ വീടും. അപ്പോൾ ഈ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഈ കഞ്ഞിവെള്ളം വലിയൊരു പാത്രത്തിലാക്കി വെക്കും. ഞങ്ങൾ കുട്ടികളൊക്കെ ഇന്റർവെൽ ആകുമ്പോൾ ബെല്ലടിച്ചാൽ ഓടും ഈ ഒരു കഞ്ഞിവെള്ളം കുടിക്കാൻ. അപ്പോൾ ഈ ഗ്ലാസ്സിലൊന്നുമല്ല, നമ്മളെ കയ്യിലുണ്ടല്ലോ തവി മരത്തിന്റെ, അതൊരു 10-15 തവി ഇങ്ങനെ വലിയ പാത്രത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെക്കും. എന്നിട്ട് അതിങ്ങനെ ഞങ്ങൾ ആ ഒരു കയ്യിൽ കോരി കുടിക്കും. ഇപ്പോഴത്തെ ഒരു ഡ്രിങ്ക്സിനും തരാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ ആ ഒരു കഞ്ഞിവെള്ളത്തിന്. എപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കുന്ന സമയത്തും എനിക്ക് മൊയ്തൂക്കാനോ ഓർമ്മയാവും. ഓരിപ്പം മരിച്ചു പോയി. അങ്ങനെ കുറേ പഴയ ഓർമ്മകളൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ഊണുണ്ടായിരുന്നത്.